ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ മുത്തശ്ശി ദേഷ്യത്തിൽ അശ്വിനോട് പറയുകയാണ്, അങ്ങനെ പേരിനൊരു മറുപടി തന്നിട്ട് നീ ഇവിടെ നിന്ന് പോകാമെന്ന് കരുതണ്ട കുഞ്ഞ. ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയണം നിങ്ങൾ എന്തിനാ ഈ കടുങ്കൈ ചെയ്തേന്ന്. ഞങ്ങൾക്ക് എല്ലാവർക്കും കൃത്യമായ മറുപടി തന്നിട്ട് നീ ഇവിടെ നിന്ന് പോയാൽ മതി. ഇത് കേട്ടിട്ട് ശ്രുതിയുടെ അമ്മായി പറയാം, നിന്നോടുകൂടെ കൂടെയാ ചോദിച്ചത്, നിങ്ങൾ എന്തിനു വേണ്ടി ഇങ്ങനെ കല്യാണം കഴിച്ചത്. അപ്പോൾ ശ്രുതിയുടെ അമ്മ ചോദിക്കുക, നിന്നോടല്ലേ ചോദിച്ചത്. ശ്രുതി, നീ പറയുന്നതെല്ലാം ഞങ്ങൾ അനുസരിച്ചു, നിനക്ക് വേണ്ടി ജീവിച്ചു. എന്നിട്ട് നീ ഞങ്ങൾക്ക് ജീവിതകാലം മുഴുവനും കണ്ണീരൊഴുക്കാനുള്ള കാര്യങ്ങളാണല്ലോ ഒപ്പിച്ചു വെച്ചിരിക്കുന്നത്. ജീവിതാവസാനം വരെ എന്നും ഇത് ഞങ്ങളുടെ മനസ്സിലുണ്ടാവും എന്നിങ്ങനെ ശ്രുതിയുടെ അമ്മ പറയുന്നതായിട്ട് ശ്രുതി സങ്കടപ്പെട്ട് നിൽക്കുകയാണ്. ഇതെല്ലാം കേട്ടിട്ട് അഞ്ജലി ചോദിക്കുകയാണ്, കുഞ്ഞാ, നിന്നോട് മുത്തശ്ശി ചോദിച്ചതിന് മറുപടി പറഞ്ഞിട്ട് നീ ഇവിടെ നിന്ന് പോയാൽ മതി. ഞങ്ങൾക്കറിയണം നിങ്ങൾ എന്തിനാ ഇങ്ങനെ ഒരു സാഹസം കാണിച്ചേ എന്ന്. അറിഞ്ഞേ പറ്റൂ. ഇത് കേട്ടിട്ട് അശ്വിൻ പറയുകയാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും എന്താ അറിയേണ്ടത്. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഇവളെ കല്യാണം കഴിക്കാൻ തോന്നി, കല്യാണം കഴിച്ചു. ഇതിൽ കൂടുതൽ എനിക്കൊന്നും പറയാനില്ല, ആരെയും ബോധിപ്പിക്കാനും ഇല്ല. ഇത്രയും പറഞ്ഞിട്ട് കഴുത്തിൽ നിന്ന് മാല ഊരിയിട്ട് അശ്വിൻ അവിടെ നിന്ന് അകത്തേക്ക് പോയി കഥ കടയ്ക്കുന്നു. അഞ്ജലി ആണെങ്കിൽ പുറകെ ചെന്നിട്ട് കഥകിൽ തട്ടിയിട്ട്, കുഞ്ഞാ, കഥക് തുറക്ക്, ഞാൻ നിന്നോട് കാര്യങ്ങൾ തിരക്കട്ടെ, തുറക്കാനല്ലേ പറഞ്ഞത്. ഇതെല്ലാം കേട്ടിട്ട് അശ്വിൻ അകത്തു നിന്ന് മനസ്സിൽ പറയുകയാണ്, ചേച്ചി എന്നോട് ക്ഷമിക്കണം, എനിക്കിപ്പോൾ ഇങ്ങനെ ചെയ്യാനേ വഴിയുണ്ടായിരുന്നുള്ളൂ. ചേച്ചിയുടെ ജീവിതം സേഫ് ആക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. എനിക്ക് കാര്യങ്ങളൊക്കെ ചേച്ചിയോട് തുറന്നു പറയാൻ പറ്റില്ല, എന്നോട് ക്ഷമിക്ക് ചേച്ചി എന്ന് പറഞ്ഞ അശ്വിൻ അകത്ത് നിന്ന് ഇങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുകയാണ്. ഈ സമയം ആകാശാണെങ്കിൽ അഞ്ജലിയുടെ അടുത്തേക്ക് വന്നിട്ട്, ചേച്ചി ചേച്ചി ഇപ്പം വാ, നമുക്ക് പിന്നീട് ചേട്ടനോട് ഇതിനെപ്പറ്റി സംസാരിക്കാം. അപ്പോൾ അഞ്ജലി ചോദിക്കാം, നീ എന്താ കുഞ്ഞൻ ചെയ്തത് ന്യായീകരിക്കുകയാണോ? കുഞ്ഞൻ ചെയ്തതിൻ്റെ സീരിയസ്നെസ് നിനക്ക് മനസ്സിലായില്ലേ? നമ്മളാണ് ഇനി ഈ കുടുംബത്തിൻ്റെ അന്തസ്സും എല്ലാം കാത്തു സൂക്ഷിക്കേണ്ടത്, എന്നിട്ട് ഇങ്ങനെ ചെയ്താലോ? അപ്പോൾ ആകാശ് പറയുകയാണ്, എനിക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലാവുന്നുണ്ട്, പക്ഷേ അവരിങ്ങനെ ചെയ്തതിന് എന്തെങ്കിലും തക്കതായ കാരണം ഉണ്ടാവും. അത് ചേച്ചിയോടും മുത്തശ്ശിയോടും പറയേണ്ട സമയത്ത് ചേട്ടൻ പറയും. ഇപ്പോൾ അതിന് സമയമായിട്ടുണ്ടാവില്ല, നമുക്ക് പിന്നീട് ചോദിക്കുക എന്ന് പറഞ്ഞിട്ട് അഞ്ജലി വിളിച്ച് ആകാശ് അവിടെ നിന്ന് പോകുന്നു. ഈ സമയം മുത്തശ്ശിയാണെങ്കിൽ ശ്രുതിയോട് പറയാം, നിന്നെ ഈ കുടുംബത്തിലെ ഒരു അംഗമായിട്ടാണ് ഞങ്ങൾ കണ്ടിട്ടുള്ളത്, അത്രയ്ക്ക് സ്നേഹവും ഇഷ്ടമായിരുന്നു നിന്നോട്. എന്നിട്ട് നീ ഒരിക്കലും ഈ കുടുംബത്തോട് ഈ ചതി കാണിക്കുമെന്ന് ഞാൻ വിചാരിച്ചതേയില്ല. നിനക്ക് താലിയുടെ മഹത്വം അറിയാവുന്നതല്ലേ, എന്നിട്ട് നീ ഇങ്ങനെ ചെയ്യണമെങ്കിൽ എങ്കിലും തക്കതായ കാരണം കാണും. അതെന്താണെന്ന് നീ പറഞ്ഞേ പറ്റൂ. കുഞ്ഞു നിന്നെ ഈ വിവാഹത്തിന് വേണ്ടി നിർബന്ധിച്ചോ? ഞങ്ങൾക്കറിയണം. നീ എന്താ ഒന്നും മിണ്ടാതെ നിൽക്കുന്നത്? നിന്നോടല്ലേ ചോദിക്കുന്നത്. കുഞ്ഞ് നിർബന്ധിച്ചിട്ടാണോ നീ ഈ കല്യാണം കഴിച്ചത്? ശ്രുതിയൊന്നും മിണ്ടാതെ നിൽക്കുമ്പോൾ മനോരമ പറയുകയാണ്, ഇത് ചേച്ചി അനിയത്തിയും തമ്മിലുള്ള പ്ലാൻ ആയിരുന്നു. കുഞ്ഞിനെ ഇവൾ വലയിൽ ചാടിച്ചതാമ്മേ. നമ്മയ്ക്ക് കാര്യങ്ങൾ മനസ്സിലായില്ലേ? ഇവക്ക് ഇവിടെ കയറാനുള്ള കൂർമ്മ ബുദ്ധി. ഇത് കേൾക്കുമ്പോൾ മുത്തശ്ശി പറയുകയാണ്, നിന്നോട് മിണ്ടായിരിക്കാനല്ലേ പറഞ്ഞത്? നീയല്ലല്ലോ ഈ വീട്ടിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. എനിക്കറിയാം എന്ത് സംസാരിക്കണമെന്ന്. അഞ്ജലി ദേഷ്യത്തിൽ പറയാണ്, ശ്രുതി എന്താ ഉണ്ടായത്? എന്തായാലും തുറന്നു പറയേ. കുഞ്ഞ് നിർബന്ധിച്ചിട്ടാണോ നീ ഈ വിവാഹത്തിന് സമ്മതിച്ചത്? എല്ലാം ഞങ്ങൾക്ക് അറിഞ്ഞേ പറ്റൂ. മുത്തശ്ശി ചോദിച്ചതിന് നീ മറുപടി പറഞ്ഞേ പറ്റൂ. ഇതൊക്കെ കേട്ടിട്ട് ശ്രുതി ഒന്നും മിണ്ടാതെ നിൽക്കുമ്പോൾ മുത്തശ്ശി പറയാം, നിനക്ക് ഈ താലിയുടെ മേൽ എന്തെങ്കിലും ഒരു ആത്മാർത്ഥത ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇത് അറിഞ്ഞേ പറ്റൂ. ഞങ്ങൾക്ക് നിനക്ക് അല്പമെങ്കിലും സ്നേഹം ഞങ്ങളോടുണ്ടെങ്കിൽ നീ എന്താ നടന്നതെന്ന് തുറന്ന് പറഞ്ഞേ പറ്റൂ. അതറിയാനുള്ള അവകാശം ഞങ്ങൾക്കുണ്ട്. എന്നിട്ടും ശ്രുതി ഒന്നും മിണ്ടാതെ നടന്ന കാര്യങ്ങളൊക്കെ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അശ്വിനാണെങ്കിൽ ശ്രുതിയുടെ കൈ പിടിച്ച് അമ്പലത്തിലേക്ക് ചെന്നിട്ട് പെട്ടെന്ന് ദേവിയുടെ മുന്നിൽ നിർത്തിയിട്ട് പോക്കറ്റിൽ നിന്ന് താലി എടുത്ത് ശ്രുതിയെ കാണിക്കുന്നു. ശ്രുതിയാണെങ്കിൽ ദൈവത്തോട് മനസ്സുരുക്കി പ്രാർത്ഥിച്ചു നിൽക്കുന്നു. ഈ സമയം അശ്വിനാണെങ്കിൽ ശ്രുതിയുടെ കഴുത്തിൽ താലി ചാർത്തുകയാണ്. അങ്ങനെ താലി കെട്ടിക്കഴിഞ്ഞിട്ട് അശ്വിൻ അവിടെ നിന്ന് കുങ്കുമം എടുത്ത് ശ്രുതിയുടെ നെറുകയിൽ ചാർത്തി കൊടുക്കുന്നു. എന്നിട്ട് തുളസിമാല എടുത്ത് ശ്രുതിയുടെ കയ്യിൽ കൊടുക്കുന്നു. അങ്ങനെ അവർ രണ്ടുപേരും പരസ്പരം തുളസിമാല അണിയുന്നു. എല്ലാം കഴിഞ്ഞിട്ട് ദൈവത്തോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് അശ്വിൻ ശ്രുതിയോട് പറയുകയാണ്, കണ്ടില്ലേ, കഴുത്തിൽ താലി, നെറുകയിൽ സിന്ദൂരം, ഇതോടെ നീ എൻ്റെ ഭാര്യയായി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ അശ്വിന് ഇത്രയും പറഞ്ഞെന്ന് ചിരിക്കുന്ന കാണുമ്പോൾ ശ്രുതി അശ്വിനെ തന്നെ നോക്കി നിൽക്കുകയാണ്. ശ്രുതി ഇതൊക്കെ ആലോചിച്ച് നിൽക്കുമ്പോൾ ശ്രുതിയുടെ അമ്മ ചോദിക്കുക, നീ എന്താടി ഞങ്ങളുടെ ക്ഷമയെ പരീക്ഷിക്കുന്നു? ഇത്രയും പേര് നിന്നോട് തിരിച്ചും മറിച്ചും ചോദിച്ചിട്ടും നീ ഒന്നും മിണ്ടാതെ നിൽക്കുവാണല്ലോ. നിന്നോടല്ലേ ചോദിച്ചത്, എന്താ നടന്നതെന്ന് കൃത്യമായിട്ട് പറയാൻ. എന്താ നടന്നത്? ശ്രുതിയാണെങ്കിൽ വീണ്ടും അശ്വിൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആലോചിക്കുകയാണ്. അശ്വിൻ പറയുകയാണ്, ഇനി മുതൽ എല്ലാവരുടെയും മുന്നിൽ നമ്മൾ ഭാര്യ ഭർത്താക്കന്മാരായിരിക്കും. എല്ലാവരുടെയും മുന്നിൽ മാത്രം 6 മാസത്തേക്ക് എല്ലാവരെയും നമ്മൾ ഭാര്യ ഭർത്താക്കന്മാരായി ബോധിപ്പിച്ചേ മതിയാവും. 6 മാസം വരെ ആയിരിക്കും കോൺട്രാക്ട്. അതുവരെ എല്ലാവരുടെയും മുന്നിൽ നീ എൻ്റെ ഭാര്യയായിട്ട് എൻ്റെ വീട്ടിൽ കഴിയണം. 6 മാസം കഴിഞ്ഞാൽ നീ ഫ്രീ ആവും. അതുവരെ ഈ താലിയുടെ അധികാരം കാണിച്ച് എൻ്റെ അടുത്ത് വരാൻ പാടില്ല. നിന്നെ ഭാര്യയായിട്ടെന്നല്ല, നിന്നെ ഒരു അടുത്തറിയാവുന്ന ആളായിട്ട് പോലും കാണാൻ എന്നെ കൊണ്ട് പറ്റില്ല. അങ്ങനെ ശ്രുതി ഒന്നും മിണ്ടാതെ നിൽക്കുന്ന കാണുമ്പോൾ മനോരമ പറയാം, ഇതൊക്കെ ഒരു പ്ലാനാണ് മോനേട്ടാ. ഞാൻ പറഞ്ഞില്ലേ, അനിയത്തിയുടെയും ചേട്ടത്തിയുടെയും പ്ലാൻ. ചേച്ചി അംഗീകൃത സർട്ടിഫിക്കറ്റുമായിട്ട് മുൻവാതിൽ കൂടി കയറിക്കൂടി.
അനിയത്തിയാണെങ്കിൽ വാഴ നനയുമ്പോൾ ചീര് നനയട്ടെ എന്ന പോലെ പിൻവാതിൽ കൂടിയുള്ള തള്ളിക്കയറ്റു. ഇതെല്ലാം കേട്ട് മോഹനം പറയാം, നീ ഓരോന്ന് ആലോചിച്ച് കൂട്ടാതെ, മനുഷ്യൻ ഇവിടെ എന്താണെന്നറിയാതെ ടെൻഷൻ അടിച്ച് നിൽക്കുമ്പോഴാ ഇത് മറ്റെന്തോ കാരണമാണ്. അപ്പോൾ മനോരമ പറയുകയാണ്, പിന്നെ എൻ്റെ വായടപ്പിക്കാനൊന്നും നോക്കണ്ട. ആർക്കെങ്കിലും ഇതെന്താണെന്നൊന്ന് പറഞ്ഞു തരാൻ പറ്റുമോ? എല്ലാവരും എൻ്റെ വായടപ്പിക്കാൻ ശ്രമിക്കുന്നതല്ലാതെ എന്താ ഇവിടെ നടക്കുന്നതെന്ന് എനിക്ക് പറഞ്ഞു തരാൻ പറ്റുമോ? ഇല്ല, ആർക്കും പറ്റില്ല. ഞാൻ പറയാ, ഈ കുടുംബം നശിച്ചു. അപ്പൊ ഇതെല്ലാം കേട്ടിട്ട് ശ്രുതിയുടെ അമ്മ പറയുകയാണ്, ഇതിനു വേണ്ടിയാണോ ഞാൻ നിനക്ക് ജീവനും ജീവിതവും തന്ന് നിന്നെ സ്നേഹിച്ചത്? ഇവളെക്കാളേറെ ഞാൻ നിന്നെ സ്നേഹിച്ചിരുന്നില്ലേ? എന്നിട്ട് നീ എന്താ ഞങ്ങൾക്ക് വേണ്ടി ചെയ്തത്? നീ ഞങ്ങൾക്ക് ജീവിതകാലം മുഴുവനും ഓർക്കാനുള്ള ഒരു ഓർമ്മ കൂടി ഉണ്ടാക്കി തന്നിട്ടുണ്ടല്ലോ. നീ ഇല്ലാതാക്കിയത് നിന്റെ ചേച്ചിയുടെ ജീവിതം കൂടിയാ, അത് നീ ആലോചിക്കണം. അപ്പം മനോരമ പറയാം, എനിക്ക് ഒരേ ഒരു സൺ ഉണ്ടായിരുന്നു, അതിൻ്റെ ജീവിതവും നശിപ്പിച്ചു. ഇപ്പോൾ അശ്വിൻ ബേബിയുടെ ജീവിതവും നശിച്ചു, ഈ കുടുംബമേ നശിച്ചു. ആർക്കാ ഇല്ലാതായത്? എനിക്ക് മാത്രം. എല്ലാം കേട്ടിട്ട് അമ്മായി പറയുകയാണ്, എന്നും എല്ലാവരുടെയും മുന്നിൽ നീ ഞങ്ങളെ നാണം കെടുത്തിട്ടേ ഉള്ളൂ. ഇത്തവണ നീ അത് തെറ്റിച്ചിട്ടില്ല. പ്രമീളേച്ചി, എനിക്കിനി ഇവിടെ നിൽക്കാൻ പറ്റില്ല. ചേച്ചി വരുന്നുണ്ടെങ്കിൽ വാ, നമുക്ക് അശോകേട്ടനുമായിട്ട് ഇപ്പൊ തന്നെ ഇവിടെ നിന്ന് പോകണം. അപ്പോ അതെ, ഇപ്പൊ തന്നെ ഇവിടെ നിന്ന് ഇറങ്ങണം. പിന്നെ ഒരു കാര്യം പറഞ്ഞേക്കാം, ഞങ്ങൾ ആരെങ്കിലും മരിച്ചെന്ന് പറഞ്ഞാൽ പോലും നീ അങ്ങോട്ട് വരാൻ പാടില്ല. എന്നിട്ട് പ്രമീള പറയുകയാണ്, ഇവളീ കാണിച്ചു കൂട്ടിയതിനെല്ലാം എല്ലാവരോടും ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു. എൻ്റെ കുഞ്ഞിന് ഒരു സങ്കടം ഉണ്ടാക്കല്ലേ എന്ന് പറഞ്ഞിട്ട് പ്രമീള അവിടെ നിന്ന് പോകുകയാണ്. പ്രീതിയാണെങ്കിൽ അമ്മേ അമ്മേ എന്ന് വിളിച്ച് കരയുന്നുണ്ട്. പ്രീതി അവരുടെ കൂടെ പോകാനായിട്ട് നോക്കുമ്പോൾ മുത്തശ്ശി അഞ്ജലിയും പ്രീതിയെ പിടിച്ചിരുത്തുന്നു. ആകാശാണെങ്കിൽ പ്രീതിയെ സമാധാനിപ്പിക്കുന്നു. എല്ലാം കേട്ട് സങ്കടം കൊണ്ട് മാലേക്ക് ഊരി എന്ത് ചെയ്യണമെന്നറിയാതെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് ശ്രുതി. ഇവിടെ വെച്ചാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. നാളത്തെ എപ്പിസോഡിൽ ശ്രുതി അശ്വിനോട് കാര്യങ്ങൾ തിരക്കുന്നതും ശ്യാമാണെങ്കിൽ അശ്വിനോട് നീ ഈ ചതി ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല എന്ന് പറയുമ്പോൾ അശ്വിൻ പറയുകയാണ്, ഇനി മുതൽ അവൾ എൻ്റെ പെണ്ണാണ്, അവളെ നീ ഒന്ന് നോക്കുക പോലും ചെയ്തുകൂടാ എന്നിങ്ങനെ അശ്വിൻ ദേഷിച്ച് ശ്യാമിനോട് പറയുന്നു. ഇതൊക്കെയാണ് നാളത്തെ എപ്പിസോഡിൽ. നാളത്തെ എപ്പിസോഡ് കാണാനായിട്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി മറക്കരുത്. താങ്ക്